കേരള ബോക്സ് ഓഫീസിൽ നിന്നും ഏറ്റവും വേഗത്തിൽ 50 കോടി കയറിയ 10 ചിത്രങ്ങളെ പറ്റിയാണ് ഇന്നത്തെ ഈ വീഡിയോ. 10ാം സ്ഥാനത്ത് നിൽക്കുന്നത് ആവേശമാണ്. ഫഹദ് ഫാസിലിനെ നായകനാക്കി ജിത്തു മാധവൻ സംവിധാനം ചെയ്ത ഈ ചിത്രം 15 ദിവസം കൊണ്ടാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്നും 50 കോടി നേട്ടം കൈവരിച്ചത്. 156 കോടി രൂപയാണ് വേൾഡ് വൈഡായിട്ട് ചിത്രം കളക്ട് ചെയ്തത്. 2024 ചിത്രം പുറത്തിറങ്ങിയത്. 9ാം സ്ഥാനത്ത് നിൽക്കുന്നത് രാജമൗലി സംവിധാനം ചെയ്ത് പ്രഭാസ് നായകനായ ബാഹുബലി 2 ആണ്. ചിത്രം 15 ദിവസം കൊണ്ടാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്നും 50 കോടി നേടിയത്. 2017 പുറത്തിറങ്ങിയ വേൾഡ് വൈഡ് 1000 കോടിയിലധികം നേടുകയും ചെയ്തു. 8ാം സ്ഥാനത്ത് നിൽക്കുന്നത് 2018 എന്ന് പറയുന്ന സിനിമയാണ്. ഈ സിനിമ ജൂഡ് ആൻ്റണി ജോസഫാണ് സംവിധാനം ചെയ്തത്. 2023 ചിത്രം പുറത്തിറങ്ങിയത്. ചിത്രം 13 ദിവസം കൊണ്ടാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്നും 50 കോടി നേടിയത്. വേൾഡ് വൈഡ് 150 കോടിയിലധികം കളക്ട് ചെയ്യുകയും ചെയ്തു. 7ാം സ്ഥാനത്ത് നിൽക്കുന്നത് ബ്ലെസ്സി സംവിധാനം ചെയ്ത് പൃഥ്വിരാജ് നായകനായി 2024 പുറത്തിറങ്ങിയ ആടുജീവിതം എന്ന് പറയുന്ന സിനിമയാണ്. 12 ദിവസം കൊണ്ടാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്നും 50 കോടി നേട്ടം കൈവരിച്ചത്. ചിത്രം വേൾഡ് വൈഡ് 150 കോടിയും നേടിയിട്ടുണ്ട്. 6ാം സ്ഥാനത്ത് നിൽക്കുന്നത് നിവിൻ പോളിയെ നായകനാക്കി അഖിൽ സത്യൻ സംവിധാനം ചെയ്ത സർവമായ എന്ന് പറയുന്ന സിനിമയാണ്. ചിത്രം 11 ദിവസം കൊണ്ടാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്നും 50 കോടി നേട്ടം കൈവരിച്ചത്. ചിത്രം ഇപ്പോഴും തിയേറ്ററുകളിൽ നിറഞ്ഞു ഓടിക്കൊണ്ടിരിക്കുകയാണ്. 5ാം സ്ഥാനത്ത് പ്രശാന്ത് നീൽ സംവിധാനം ചെയ്ത് യാഷ് നായകനായ KGF ചാപ്റ്റർ 2 ആണ്. 2022 ചിത്രം പുറത്തിറങ്ങിയത്. 11 ദിവസം കൊണ്ടാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്നും 50 കോടി നേട്ടം കൈവരിച്ചത്. ചിത്രം വേൾഡ് വൈഡ് 1000 കോടിയിലധികം നേടുകയും ചെയ്തിട്ടുണ്ട്. 4ാം സ്ഥാനത്ത് കല്യാണി പ്രിയദർശനെ നായികയാക്കി ഡൊമിനിക് അരുൺ സംവിധാനം ചെയ്ത ലോകയാണ്. ചിത്രം 10 ദിവസം കൊണ്ടാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്നും 50 കോടി നേട്ടം കൈവരിച്ചത്. ചിത്രം വേൾഡ് വൈഡ് 300 കോടിയിലധികം നേടുകയും ചെയ്തു. കഴിഞ്ഞ വർഷമാണ് ചിത്രം പുറത്തിറങ്ങിയത്. 3ാം സ്ഥാനത്ത് ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്ത് വിജയ് നായകനായ ലിയോയാണ്. 2023 ചിത്രം പുറത്തിറങ്ങിയത്. ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും 10 ദിവസം കൊണ്ടാണ് 50 കോടി നേട്ടം കൈവരിച്ചത്. ചിത്രം വേൾഡ് വൈഡ് 600 കോടിയിലധികം നേടുകയും ചെയ്തു. 2ാം സ്ഥാനത്ത് നിൽക്കുന്നത് തുടരുമാണ്. തരുൺ മൂർത്തി സംവിധാനം ചെയ്ത് മോഹൻലാൽ നായകനായ ഈ ചിത്രം 8 ദിവസം കൊണ്ടാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്നും 50 കോടി നേട്ടം കൈവരിച്ചത്. ചിത്രം വേൾഡ് വൈഡ് 230 കോടി രൂപയാണ് നേടിയത്. 1ാം സ്ഥാനത്ത് എമ്പുരാനാണ്. പൃഥ്വിരാജ് സംവിധാനം ചെയ്ത് മോഹൻലാൽ നായകനായ ഈ ചിത്രം 5 ദിവസം കൊണ്ടാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്നും 50 കോടി നേട്ടം കൈവരിച്ചത്. ചിത്രം വേൾഡ് വൈഡ് 250 കോടിയിലധികം നേടുകയും ചെയ്തു.